അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ 6-ൽ ശ്രീധുവിൻ്റെ ആഗ്രഹം പൂവണിഞ്ഞിരിക്കുകയാണ്. ശ്രീധു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റൻ ആകണമെന്ന് പറഞ്ഞു. പിറ്റത്തെ ആഴ്ച തന്നെ ക്യാപ്റ്റൻ ആകാനുള്ള ഭാഗ്യം ലഭിച്ചു. പിന്നെ ശ്രീധു എപ്പോഴും പറയാറുണ്ടായിരുന്നത് ആ പവർ റൂമിൻ്റെ പടി ഒന്ന് കയറുക എന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന്. ആ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. 3 ദിവസം കഠിന പ്രയത്നത്തിലൂടെയാണ് ശ്രീധുവും ജിൻഡോയും അർജുനും അത് സാധ്യമാക്കിയിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രീധുവിനും അർജുനും ജിൻഡോയ്ക്കും കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വാസ്തവമെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പോയിൻ്റ് കരസ്ഥമാക്കിയതും ഏറ്റവും നന്നായി ക്ലീനിങ് ചെയ്തതും നമ്മുടെ അർജുനും സിജോയും ശ്രീധുവും തന്നെയാണ്. നന്നായി ഒരു കാര്യം ചെയ്യാൻ പറ്റുക എന്നത് അവർ തെളിയിച്ച് കാണിച്ചു കൊടുത്തു. പലരും ശ്രീധുവിനെയും ജിൻഡോയെയും ഒക്കെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരായിരുന്നു ബിഗ് ബോസ് കുടുംബങ്ങളെല്ലാം. അതെല്ലാം മാറി മറയുകയാണ്. നമ്മുടെ സാബുമോൻ്റെയും അതേപോലെ തന്നെ ശ്വേതാ മേനോൻ്റെയും വരവോടുകൂടി ജിൻഡോയെക്കുറിച്ചുള്ള എല്ലാ ഇമ്പാക്റ്റും അവർ മാറ്റി എഴുതുകയാണ്. ജിൻഡോ മികച്ചൊരു മത്സരാർത്ഥിയാണ്. ജിൻഡോ ബുദ്ധിയില്ലാതെ ഇരിക്കുന്നതല്ല, ബുദ്ധി കൂടുതൽ കൊണ്ട് കാണിക്കുന്നതാണ് പലതുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ ശ്രീധു അർജുനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പലരും പവർ ടീമിലേക്ക് കയറുന്നത് അവരായിട്ടല്ല, പലരും ആക്ട് ചെയ്തും കയറുന്നുണ്ട്. പലരും പലതും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കയറുന്നവരുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ ആരെയും കൊണ്ടും സാധിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ആകരുത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്കണം. 100% ശ്രീധു പറഞ്ഞത് ശരി തന്നെയാണ്. ബിഗ് ബോസ് വീട്ടിലെ കളിപ്പാവ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീധുവിനെ എല്ലാവരും കളിയാക്കി ചിരിച്ചപ്പോഴും താൻ ഒരു ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ എന്ത് കാണിക്കുമെന്ന് അത് കാണിച്ചു കൊടുത്തതാണ്. നമ്മുടെ സിജോയിനെ പോലെ വാക്കാലല്ല, പ്രവൃത്തിയാൽ ചെയ്ത് കാണിച്ചു കൊടുത്ത വ്യക്തി തന്നെയാണ് നമ്മുടെ ശ്രീധു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പവർ റൂമിലേക്ക് ശ്രീധു കയറുമ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം ശ്രീധു ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും.